ആപ്ലിക്കേഷൻ ഉള്ളത്. ഇതിൽ നമുക്ക് എന്താ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ സാധാ ആപ്പ് തുറക്കണ മാതിരി ഇവിടെ നമുക്ക് ഇങ്ങനെ ആപ്പ് തുറക്കാം. ഓക്കെ, ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റകൾ ഫില്ല് ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഡാറ്റകൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡാറ്റ അടിക്കുകയാണ്, കാരണം ലെങ്ത് ആവേണ്ട എഴുതിയിട്ടാണ്. ഇതിൽ നമ്മൾ ആർക്കാണ് വേണ്ടത് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ടെസ്റ്റ് ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണ്. അതിക്ക് എന്തുവരും OTP അടിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമെയിൽ കറക്റ്റിൽ നോക്കുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഇടുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കഴിയും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക. ആണാണോ പെണ്ണാണോ കൊടുക്കുക, നമ്മളെ സ്റ്റാറ്റസ്, ഏജ് കാര്യങ്ങൾ കൊടുക്കുന്നു, നെക്സ്റ്റ് എടുക്കുന്നു. പിന്നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതെടുക്കുക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, നെക്സ്റ്റ് അടിക്കുക. ദെൻ നമ്മൾ ഫാമിലി സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഫാദർ നെയിം, ജീവിച്ചിരിക്കണ്ടോ, തൊഴിൽ കാര്യങ്ങൾ, മദർ നെയിം, പാസ്വേഡ് ഇങ്ങനെ കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുന്നു. പിന്നെ ബാക്കി നിങ്ങളെ ഇതുപോലെ എത്ര മാരീഡ് സിസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങളെ പറ്റി നിങ്ങൾ ഇപ്പോൾ ദീനിക്കായ് ആൻഡ് ലുക്കിംഗ് ഫോർ അങ്ങനെ എന്താ വെച്ചാൽ അത് അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങൾ മിനിമം 10 ക്യാരക്ടർ അക്ഷരങ്ങൾ വേണം. ഓക്കെ, ദെൻ സെൻഡ് വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കൊടുത്ത മെയിൽ ഇവിടെ കാണിക്കും. ആ മെയിൽ കറക്റ്റല്ലേ നോക്കുക, ആ മെയിലിൽ പോയി നോക്കുക. മെയിലിൽ ഇൻബോക്സിൽ OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 4 OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ OTP പ്രതീക്ഷിക്കുന്നത് ഈ OTP ആണ്. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇതിപ്പോൾ ടെസ്റ്റ് ആയതുകൊണ്ടാണ് അതിൽ OTP കാണിക്കുന്നത്. റിയൽ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, അവിടെ കാണിക്കില്ല. ഇതിപ്പോൾ ഞാൻ ടെസ്റ്റിങ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഇട്ടതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതായത് ബാക്കിയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ, കാരണം അത് ഫേക്ക് ഉള്ളതാണോ അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിൻ്റെ അപ്രൂവൽ വേണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്മിൻ വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ വെരിഫൈ ചെയ്യണം. അഡ്മിൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫൈലുകളോടെ കാണിക്കും. ഇതിൽ ഫോട്ടോ പോലെ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫാൾട്ടായിട്ടുള്ള ഒരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെയിം ടൈം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങളെ പ്രൊഫൈൽ കംപ്ലീറ്റ് അല്ല, അപ്പോൾ കംപ്ലീറ്റ് നൗ കൊടുത്തിട്ട് പ്രൊഫൈലിൽ ഇപ്പോൾ ഇവിടെ മിസ്സിങ് ഡാറ്റ അത് ഫില്ല് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയ ആഡ് ചെയ്തൊരു ഫീച്ചറാണ്, ഒരാൾക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് പ്രൈവസി ആയിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ എക്സ്പെഷ്യലി വുമൻസ് ആകുമ്പോൾ നമ്മൾ കോണ്ടാക്റ്റ് മൾട്ടിപ്പിൾ ആളുകൾ ഒരേ ടൈം വിളിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതൊരു പ്രശ്നമാണെന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ അപ്രൂവ് പ്രൊഫൈൽ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാ കോളും വരില്ല. ഈ നമ്മൾ അപ്രൂവ് ചെയ്യുന്ന ആളുകൾ മാത്രം നമുക്ക് കോൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫീച്ചർ നിങ്ങൾക്ക് വേറെ ഏത് ആപ്പിലും കാണാൻ കഴിയില്ല. അത് നമ്മൾ അതുകൊണ്ട് ഇട്ടതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വേറെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൊഫൈൽ നിങ്ങളുടെ ഫോട്ടോസ് മൾട്ടിപ്പിൾ ഫോട്ടോസ് ഇവിടുന്ന് ആഡ് ചെയ്യുക, ഇവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ കാണിക്കണില്ല. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ബ്ലർ ചെയ്ത് വെക്കാം. ബ്ലർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊഫൈല് ഫോട്ടോ അത് നിങ്ങളെ അപ്രൂവൽ ഇല്ലാതെ വേറെ ആർക്കും കാണില്ല. അപ്രൂവ് ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളെ ഫോട്ടോസ് കാണാം. അപ്പോൾ അത് ഹൈലി സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അധികം ഇതിൽ ആപ്ലിക്കേഷനിലുണ്ട്, പക്ഷേ ഫസ്റ്റ് പറഞ്ഞ ഫീച്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ നിങ്ങളെ ഡീറ്റെയിൽസ് ഇതിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളെ മാച്ചിങ് പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യുക. പാർട്ട്ണർ പ്രിഫറൻസ് എന്തൊക്കെയാണ് നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കറണ്ട് പാസ്വേഡും ഡീറ്റെയിൽസ് വെച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഡീആക്ടിവേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി ഇന്ന് കയറി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തോന്നുകയാണ് പിന്നെ ഇപ്പോൾ അടുത്ത് കല്യാണം നോക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് ഡീആക്ടിവേറ്റ് പ്രൊഫൈൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളെ പ്രൊഫൈൽ കാണിച്ചു കൊടുക്കില്ല. അല്ലെങ്കിൽ എന്താ പ്രശ്നം, നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യും, പിന്നെ നിങ്ങൾ പോകും, ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ വിളിക്കും, അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു സംഭവമാണ് എന്ത് ഡീആക്ടിവേറ്റ് പ്രൊഫൈൽ. ഇനി അടുത്തുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ടിനെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് പോകാം. അത് എന്താ ആവശ്യം വെച്ചാൽ നിങ്ങൾ ഓൾറെഡി പ്രപ്പോസൽ ആയി അങ്ങനെ മാരീഡ് ഫിക്സ് ആയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, പക്ഷെ നിങ്ങളുടെ പ്രൊഫൈൽ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യില്ല.
അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിക്കാം. പിന്നെ നമ്മളെ ആപ്പിലെ മെയിൻ ഫീച്ചേഴ്സ് ചാറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻബോക്സിൽ ഇപ്പോൾ നമ്മൾ ആർക്കും ചാറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പോയിട്ട് ഇപ്പോൾ ഈ കോണ്ടാക്റ്റിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇയാളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ കൊടുത്തപ്പോൾ കാണുന്ന അവർ കൊടുത്ത കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അവർ പ്രിഫറൻസും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അല്ലാതെ എല്ലാത്തിനും പോയി ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവർ സ്വാഭാവികം ആരും മാച്ചിങ് ആയില്ലല്ലോ നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് സെൻഡ് ഇൻട്രസ്റ്റ് ഇവിടുന്ന് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഇവിടുന്ന് പോകും. അപ്പോൾ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ വിളിച്ച് നോക്കാം. ഇവിടുന്ന് റിവീൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫോൺ നമ്പർ കിട്ടും. ഇപ്പോൾ ടെസ്റ്റ് ഡാറ്റ ആയതുകൊണ്ട് ഇപ്പോഴൊന്നും കാണാൻ കഴിയില്ല, അത് ഡമ്മിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഇവിടുന്ന് മെസ്സേജ് അയക്കാം. ഇവിടുന്ന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ആവശ്യത്തിന് മെസ്സേജ് യൂസ് ചെയ്യുക. കുറേ ലിമിറ്റഡ് മെസ്സേജ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളെ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആണ്. പക്ഷെ ഫ്രീ ആണ് എഴുതിയാണ്ട് വെറുതെ അനാവശ്യമായിട്ട് ഇതായി കഴിഞ്ഞാൽ നിങ്ങളെ ലിമിറ്റ് കഴിയും. അതുപോലെ കോണ്ടാക്റ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാച്ചിങ് ആയിട്ടുള്ളത് കോണ്ടാക്റ്റ് എടുക്കുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് തോന്നുന്നത്. അതുപോലെ പിന്നെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് നമ്മളിപ്പോൾ അപ്രൂവ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഇൻട്രസ്റ്റ് അയച്ചിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മൾ അയച്ചത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇൻകമിങ് ഇവിടെ കാണാൻ പറ്റും, ഓള്. അതുപോലെ നമുക്കില്ല വേറൊന്ന് അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഇവിടെ നിന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പോൾ സുന്നി EK മാത്രമാണ്, മലപ്പുറം ജില്ല, പിന്നെ എൻ്റെ എഡ്യൂക്കേഷന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഒരിക്കലും വിവാഹം കഴിക്കാത്ത, ഇത്ര ഏജിന് ഇപ്പോൾ 18 മുതൽ ഒരു 25 പറ്റുക, അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു ഇഷ്യൂ ആണ്, അത് റെഡിയാവും. ഓക്കെ, അങ്ങനെ ചെയ്യാം. 25 അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടോ, നിലവിൽ നമ്മളതിൽ അങ്ങനെ പ്രൊഫൈലില്ല. അപ്പോൾ അങ്ങനെ കുറേ ഡാറ്റ ആകുമ്പോൾ അവിടെ ഡാറ്റ കിട്ടും. ഇതിന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയമാതിരി വരും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ട്. ഇതിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ നിർത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.